വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഇന്ന് ഞാൻ പ്ലാസ്റ്ററിംഗ് വർക്ക് കഴിപ്പിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളാണ് പരിചയപ്പെടുന്നത്. ഇന്ന് ആ വീടിന്റെ കുടിയിരിപ്പാണ്. അപ്പോൾ നമുക്ക് ആ കുടിയിരിപ്പ് വിശേഷം ആ വർക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. 1200 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഒറ്റനില വീടാണിത്. ഇത് വീടിന്റെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നേരെ ഹാളിലേക്കാണ് പ്രവേശനം. ഹാളിൽ തന്നെ തൊട്ടടുത്ത ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കോണി റൂം. കോണി റൂമിനോട് തൊട്ടടുത്താണ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഡൈനിങ് ഹാളിലെ ഫർണിച്ചർ വർക്കാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഡൈനിങ് ഹാളിൻ്റെ തൊട്ടടുത്ത് ഒരു ബെഡ്റൂം കൂടിയുണ്ട്. അതിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇനി നമ്മൾ കിച്ചനാണ് പരിചയപ്പെടാൻ പോകുന്നത്. കിച്ചനോട് തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന് സന്തോഷകരമായി ജീവിക്കാനാവുന്ന വിധം ഈ വീട് പണിതിട്ടുണ്ട്. ഇനി നമുക്ക് ദിറാർക്കയെ പരിചയപ്പെടാം. ഇതാണ് ദിറാർക്ക. ഈ വെള്ള ഷർട്ടിട്ട ആളാണ് ദിറാർക്ക. ഇദ്ദേഹത്തിൻ്റെയാണ് ഈ വീട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പും സ്വപ്നമായിരുന്നു ഈ സ്വപ്നഗ്രഹം. അദ്ദേഹത്തിൻ്റെ 14 വർഷത്തെ പ്രവാസ ജീവിതവും. അദ്ദേഹം ഒരു മെക്കാനിക്കാണ്. അദ്ദേഹം നാട്ടിൽ വർക്ക് പഠിച്ച് ഒരു വർക്ക്ഷോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഗൾഫിൽ പോയി അവിടെ ഒരു 14 വർഷം വർക്ക് ചെയ്തു. അങ്ങനെ മിച്ചം പിടിച്ച് ഉണ്ടാക്കിയതാണ് ഈ വീട്. അങ്ങനെ അദ്ദേഹം ഇതിൻ്റെ പ്ലാസ്റ്ററിങ് എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ കെട്ടും വാർപ്പും എല്ലാറ്റിനും ഓരോ സെക്ഷൻ പണിക്കാരുണ്ടായിരുന്നു. ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ വീട് ഒന്ന് വൃത്തിയിൽ തേച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ വർക്കിനനുസരിച്ച്, അതായത് ഈ ഡിസൈൻ പണികളൊക്കെ ഓരോന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്, അത് ഇക്കാക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുറച്ച് ഡിസൈൻസൊക്കെ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്ലാസ്റ്ററിങ്ങിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയും ഞാനതിൻ്റെ ഡിസൈൻസ് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ആ വർക്ക് വളരെ ഇഷ്ടമായി, സന്തോഷമായിരിക്കുന്നു അദ്ദേഹത്തിന്. കുടിയിരിപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുകയാണ്. ഭക്ഷണം കാറ്ററിംഗ് ഏൽപ്പിച്ചിരിക്കുകയാണ്. കാറ്ററിങ്ങിൻ്റെ വണ്ടി വന്നിരിക്കുകയാണ്. ഇനി ഭക്ഷണം കഴിക്കുന്ന വീഡിയോസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം എന്നെ വർക്ക് ഏൽപ്പിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ആ വർക്ക് ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുകയും അതിൽ ഓരോ സെക്ഷൻസും, അതിപ്പോൾ വാർപ്പിൻ്റെ പണിയാണെങ്കിലും അവർ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കെട്ട് നല്ല മനോഹരമായിട്ടുണ്ട്. ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ഒക്കെ വളരെ മനോഹരമായിട്ട്, ലൈറ്റിങ്, ഇലക്ട്രീഷ്യൻ, അങ്ങനെ ഓരോ പെയിൻറ്റിങ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ മനോഹരമായിട്ട് ആ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് ഒരു വീട്. അത് മനോഹരമായ രീതിയിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കിട്ടുക എന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. വർക്ക് എടുക്കുന്ന പണിക്കാർക്ക് ഉത്തരവാദിത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊരു വർക്കും മനോഹരമാകും, വൃത്തിയാകും. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻകാർ സാധാരണ ഏത് വർക്ക് എടുക്കുകയാണെങ്കിലും ഞാനുൾപ്പെടെ എല്ലാവരും അത് 100% നല്ല സത്യസന്ധമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തു വരുന്നത്. ദിറാർക്ക അദ്ദേഹത്തിൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് കുടിയിരിപ്പിൻ്റെ വിരുന്ന് സൽക്കാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഒരുപാട് കാലത്തെ കാത്തിരിപ്പ്, പ്രാർത്ഥന, കഠിനാധ്വാനം ഇതെല്ലാം സഫലമായതിൻ്റെ സന്തോഷത്തിലാണ് ദിറാർക്ക. തുടർന്നുള്ള എല്ലാ വിരുന്നു സൽക്കാരത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബവും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും പങ്കുകൊണ്ട് അത് വളരെ മനോഹരം, സന്തോഷമുള്ളതാക്കി തീർക്കുന്നു. ദമ്മ പൊട്ടിക്കുകയാണ്. Toma, mi padre, no.
ദിറാർക്ക അദ്ദേഹത്തിൻ്റെ കുടിയിരിപ്പിന് വന്ന എല്ലാ അതിഥികളോടും നന്ദി പറഞ്ഞ് പിരിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ വീട് നല്ല രീതിയിൽ വർക്ക് കഴിച്ചതിൻ്റെ സന്തോഷത്തിന് അദ്ദേഹം ചെറിയൊരു സമ്മാനം എനിക്ക് തന്നു. എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ചാനലുമായി മുന്നോട്ട് പോകണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ ഒരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.